പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ തുടർ നടപടികളില്ലാതെ UDF സർക്കാർ 3-ാം മാസമാണ് പ്രവാസി പെൻഷൻ മുടങ്ങിയത്. LDF സർക്കാർ പണം അനുവദിച്ചതിനാൽ 10 വർഷത്തിനിടെ ഒരു മാസം പോലും പെൻഷൻ മുടങ്ങിയിട്ടുമില്ല. മാസം 35 കോടി വീതം ആകെ 105 കോടി രൂപയാണ് കുടിശ്ശിക. 3000 രൂപ മുതൽ 7000 രൂപ വരെയാണ് പെൻഷൻ. തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിലും കോഴിക്കോടും കൊച്ചിയിലുമുള്ള റീജിയണൽ ഓഫീസുകളിലെയും മലപ്പുറത്ത് ലെയ്സൺ ഓഫീസിലെയും ജീവനക്കാരുടെ ജൂൺ മാസത്തെ ശമ്പളവും മുടങ്ങി. കോൺഗ്രസ് ലീഗ് തർക്കം കാരണം പുതിയ ഡയറക്ടർ ബോർഡും രൂപീകരിച്ചില്ല. പ്രവാസികളുടെ വിവിധ ക്ഷേമ പദ്ധതികളും ഇതോടെ പ്രതിസന്ധിയിലായി. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രവാസി ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മുൻ UDF സർക്കാരുകളിൽ ലീഗിനായിരുന്നു വകുപ്പ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഡയറക്ടർ ബോർഡ് രൂപീകരിക്കാനാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. എന്നാൽ ലീഗ് ഇതിനെ എതിർക്കുകയാണ്. പെൻഷൻ മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കേരള പ്രവാസി സംഘത്തിന്റെ തീരുമാനം. ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ 2009 VS ഗവൺമെന്റ് ആരംഭിച്ച പ്രവാസികളുടെ ഈ ക്ഷേമ പദ്ധതി 2016 അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് 500 രൂപയുണ്ടായിരുന്ന പെൻഷൻ 2000 രൂപയും പിന്നീട് അത് 3000-3500 രൂപയുമായി വർദ്ധിപ്പിച്ച് ഏറ്റവും ബൃഹത്തായ ഒരു ക്ഷേമനിധി ബോർഡാക്കിയിട്ട് ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിനെ മാറ്റിയിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ. ഏപ്രിൽ മാസം വരെ പെൻഷൻ പൂർണ്ണമായി കൊടുത്തിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പടിയിറങ്ങിയിട്ടുള്ളത്. എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അവരുടെ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് 1 രൂപ പോലും മാറ്റിവെച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായ പ്രവാസികാര്യ വകുപ്പിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്ത ഒരു ബഡ്ജറ്റാണ് VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. പെൻഷൻ മുടങ്ങിയത് 96,000 കുടുംബങ്ങളെയാണ് നേരിട്ട് ബാധിച്ചത്. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിലും പ്രവാസികളെ തഴയുന്ന സമീപനമാണ് ഉണ്ടായത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.